ഏതൊരു എഞ്ചിനും ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ജീപ്പിൻ്റെ ടൈമിങ് ഗിയറുകൾ, കണ്ടില്ലേ? അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വെള്ളവും കൂളൻറ്റും കൂടി മിക്സ് ചെയ്യുന്ന സമയത്ത് തുരുമ്പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഈ ഒരു സാധനം എന്ന് പറയുമ്പോൾ ഡിസ്റ്റിൽഡ് വാട്ടറാണ്, ബാറ്ററി വാട്ടർ. ഈ ഒരു സാധനത്തിൽ മിനറൽസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ തുരുമ്പും കാര്യങ്ങളൊക്കെ പിടിക്കാനുള്ള ചാൻസ്, തുരുമ്പേ പിടിക്കില്ല ഈ ഒരു വാട്ടറും നമ്മൾ കൂളൻറ്റും കൂടി മിക്സ് ചെയ്ത് ഒഴിക്കും. ഹലോ മച്ചാന്മാരെ, അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. അപ്പോൾ അതേ നമ്മുടെ വണ്ടി ലിഫ്റ്റൊക്കെ ഇട്ടിട്ടേക്കും കേട്ടോ. ചാറ്റുപാറയിലുള്ള മനുവാശാൻ്റെ വർക്ക്ഷോപ്പിലാണ് നമ്മുടെ വണ്ടി ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ചുമ്മാ വാട്ടർ ബോഡിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ലിഫ്റ്റൊക്കെ കയറ്റിയതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീപ്പിന് ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ ആയി. അതവിടെ നിൽക്കട്ടെ. അതല്ല, ഇത് കണ്ടില്ലേ, നമ്മുടെ ജീപ്പിൻ്റെ ഈ ടൈമിംഗ് കവർ ചെയ്യുന്നു, അതുപോലെ തന്നെ നമ്മുടെ ടൈമിംഗ് സീലിൽ നിന്നും, അതായത് നമ്മുടെ ക്രാങ്ക് ഓയിൽ സീലിൽ നിന്നും കാര്യങ്ങളൊക്കെ ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻജിൻ ഓയിൽ കണ്ടില്ലേ, നല്ല രീതിയിൽ എൻജിൻ ഓയിൽ കുടിച്ചാണ് ഇരിക്കുന്നത് എൻജിൻ മൊത്തം. അപ്പം നമുക്ക് ഈ ഒരു സാധനം പുതിയ പാക്കിങ് കാര്യങ്ങളൊക്കെ മാറ്റി, പുതിയ സീലും കാര്യങ്ങളൊക്കെ മാറ്റി നമ്മുടെ വണ്ടിയുടെ ഓയിൽ ലീക്ക് നമുക്ക് സെറ്റാക്കണം. അപ്പോൾ ഓയിലിന് നല്ല ചിലവുണ്ടായിരുന്നു കേട്ടോ. കാരണം ഓയിൽ തീർത്തും കുറയുന്നൊരവസ്ഥ, അതുപോലെ ലീക്കായിരുന്നു. അപ്പോൾ അത് നമ്മൾ പിറ്റേന്ന് തിങ്കളാഴ്ച ബാബുചേട്ടൻ്റെ വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വർക്ക്ഷോപ്പിൽ വന്ന സമയത്ത് ഞാനും ബാബുചേട്ടനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാവരും ലീവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ അതേ ഞാനും ബാബുചേട്ടനും കൂടി പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ റേഡിയേറ്ററും കാര്യങ്ങളൊക്കെ ഊരി മാറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഊരി മാറ്റുന്നത് ആൾട്ടർനേറ്റർ, അതുപോലെ നമ്മുടെ വാട്ടർ പമ്പും കാര്യങ്ങളൊക്കെ ഊരി മാറ്റിയാലേ നമ്മുടെ ടൈമിംഗ് കവറിൻ്റെ ചുറ്റുബോൾട്ടുകൾ അയക്കാൻ പറ്റത്തുള്ളൂ. അതുകൂടാതെ തന്നെ മെയിൻ പ്രശ്നം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ എൻജിൻ പുള്ളി നമുക്ക് ലേറ്റി കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ അടിമാലിക്ക് വന്നു. അപ്പോൾ അടിമാലിക്ക് വന്ന സമയത്ത് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക. അപ്പോൾ ഇത്രയും സാധനം കൂടാതെ തന്നെ നമ്മൾ കൂളൻറ്റും അതുപോലെ എൻജിൻ ഓയിലും ഓയിൽ ഫിൽറ്ററും ഡീസൽ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അത് ആഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ പുതിയ സീലും കൊണ്ട് ഞാൻ അങ്ങനെ അടിമാലിലുള്ള നമ്മുടെ സന്തോഷേട്ടൻ്റെ ലേത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ പരിപാടി എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു എൻജിൻ പുള്ളിയിൽ പുതിയ സ്ലീവ് വെട്ടി നമ്മുടെ പുതിയ സീല് അതിനകത്ത് സെറ്റ് ചെയ്യണം. അങ്ങനെ ലേത്തിൽ നല്ല താമസം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തിരിച്ച് വർക്ക്ഷോപ്പിലെത്തി. അപ്പോൾ ഇത് നമ്മുടെ എൻജിൻ പുള്ളിയാണ്. ഇതിനകത്ത് പുതിയ സ്ലീവ് വെട്ടി പുതിയ സീലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് കറക്റ്റ് ഫിറ്റിംഗ് ആക്കണം അതിനകത്ത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പോയിട്ട് വന്നപ്പോഴേക്കും ബാബുചേട്ടൻ എല്ലാം ഊരി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ടൈമിംഗ് കവറാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ പമ്പിൻ്റെ ടൈമിംഗ് ഗിയറിൻ്റെ ഒരു കവറാണ് വരുന്നത്, ആ ചട്ടി പോലെ. പിന്നെ ഇതാണ് നമ്മുടെ ജീപ്പിൻ്റെ ഗിയർ ടൈമിംഗ് സിസ്റ്റം. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ജീപ്പിൻ്റെ എഞ്ചിൻ എന്ന് പറയുമ്പോൾ 1993 മോഡൽ DI എഞ്ചിനാണ്. അപ്പോൾ 3 ടൈപ്പ് ഓഫ് ടൈമിംഗ് ആണുള്ളത്. ഒന്നാമത്തെ ടൈമിംഗ് ബെൽറ്റ്, ടൈമിംഗ് ചെയിന്, പിന്നെ ടൈമിംഗ് ഗിയർ. അപ്പോൾ ഈ ഒരു വണ്ടി ടൈമിംഗ് ഗിയറാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റ്. അപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റിൽ ഒരു ചെറിയൊരു ഗിയർ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ ഒരു ഗിയർ ഉപയോഗിച്ചാണ് ബാക്കിയുള്ള ഗിയറുകൾക്ക് ഡ്രൈവ് കൊടുക്കുന്നത്. അതുകൂടാതെ തന്നെ ഈ ഒരു ഷാഫ്റ്റിലേക്കാണ് നമ്മുടെ എൻജിൻ പുള്ളി പിടിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു എൻജിൻ പുള്ളി ഉപയോഗിച്ച് നമ്മുടെ ആൾട്ടർനേറ്ററിനെയും അതുപോലെ നമ്മുടെ വാട്ടർ പമ്പിൻ്റെയും കാര്യങ്ങളൊക്കെ ഡ്രൈവ് ചെയ്യിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റ് ഉപയോഗിച്ചാണ്. അതുകൂടാതെ തന്നെ അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു വലിയ ഗിയർ കണ്ടില്ലേ, ആ ഒരു ഗിയറാണ് നമ്മുടെ ക്യാം ഷാഫ്റ്റിൻ്റെ ഗിയർ. അതായത് ക്യാം ഷാഫ്റ്റ് വഴി നമ്മുടെ പുഷ് റോഡ് ഉപയോഗിച്ച് റോക്ക് റാമിനെയൊക്കെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അതുവഴിയാണ് വാൽവ്, അതായത് ഇൻടേക്കും എക്സോസ്റ്റും വാൽവുകളെ ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതും ആ ഒരു ഗിയർ ഉപയോഗിച്ചാണ്. അതായത് ആ ഗിയറിൻ്റെ റൊട്ടേഷൻ അനുസരിച്ചാണ് നമ്മുടെ വാൽവും കാര്യങ്ങളൊക്കെ ഓപ്പണും ക്ലോസും ഒക്കെ ആവുന്നത്. ഇനി ഈ കാണുന്ന ഈ ഒരു കുഞ്ഞു ഗിയർ എന്ന് പറയുമ്പോൾ ഐഡിയൽ ഗിയറാണ്. അതായത് നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഗിയറിൽ നിന്നും ഡ്രൈവ് എടുത്ത് നമ്മുടെ ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിലേക്ക് ഗിയറിലേക്ക് ഡ്രൈവ് കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഗിയറാണിത്. അപ്പോൾ അതേ ഉള്ളൂ ഇതിൻ്റെ പർപ്പസ് ആയിട്ടുള്ളൂ. അതായത് ചുമ്മാ ഒരു റൊട്ടേഷന് വേണ്ടി കൊടുത്തേക്കുന്ന ഒരു ഗിയറാണത്. പിന്നെ പറയാനുള്ളത് നമ്മുടെ ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിൻ്റെ ഗിയറാണ്. അപ്പോൾ ഇതാട്ടോ ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിൻ്റെ ഗിയർ. അപ്പോൾ ഈ ഒരു ഗിയർ കറങ്ങിയാണ്
നമ്മുടെ ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പിൻ്റെ ഡ്രൈവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പിൻ്റെ ഉള്ളിലും ഒരു ക്യാം ഷാഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഒരു ക്യാം ഷാഫ്റ്റിൻ്റെ റൊട്ടേഷൻ വഴി ഓരോ സിലിണ്ടറിലേക്കും ഡീസൽ ഇഞ്ചക്റ്റ് ചെയ്യുന്ന ടൈമിംഗ് നിയന്ത്രിക്കുന്നതിൻ്റെ പ്രധാന ഘടകം ഈ ഒരു ഗിയറാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ടൈമിങ്ങിൻ്റെ കേസ് പറയാനുള്ളൂ. പിന്നെ ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഒത്തിരി പറയാനുണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം എന്തായാലും നമ്മുടെ ജീപ്പിൻ്റെ ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പ് ഒന്ന് മൊത്തത്തിലൊന്ന് പണിതെടുക്കണം. അപ്പോൾ ആ ഒരു സമയത്ത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ വണ്ടിയുടെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ബാബു ചേട്ടൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ വർക്ക്ഷോപ്പിൽ, വേറെ പണിക്കാരും ഇല്ലായിരുന്നു. അപ്പോൾ ഞാനും ബാബു ചേട്ടനുമാണ് കൂടിയാണ് കയറ്റിയത്. അപ്പോൾ ആ സാഹചര്യത്തിൽ എനിക്ക് വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, ബാക്കിയും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് സെറ്റാക്കിയിട്ട് ഇപ്പോൾ ഒരു തുള്ളി ഓയിൽ ലീക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ റേഡിയേറ്ററും അതുപോലെ ബാറ്ററിയും ആൾട്ടർനേറ്ററും വാട്ടർ പമ്പൊക്കെ കൂടിയാണ് നമ്മുടെ ഈ ചുറ്റുബോൾട്ട്, അതായത് ടൈമിംഗ് കവറിൻ്റെ ചുറ്റുബോൾട്ടും കാര്യങ്ങളൊക്കെ അയച്ചതും പാക്കിങ് കാര്യങ്ങളൊക്കെ ഇട്ടത്. അപ്പോൾ പാക്കിങ് കാര്യങ്ങൾക്കൊക്കെ ഏകദേശം സീലും കൂടി കൂട്ടി വന്നപ്പോൾ നമുക്ക് 300 സംതിങ് എങ്ങാണ്ടായി. അപ്പോൾ ബില്ലും കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്തേക്കാം. പിന്നെ പറയാനുള്ളതെന്ന് പറയുമ്പോൾ വണ്ടി സെറ്റായി. അതുകൂടാതെ തന്നെ നമ്മൾ ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ഓയിൽ ലീക്ക് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഓയിൽ ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പുതിയ ഓയിലും കാര്യങ്ങളൊക്കെ ഒഴിച്ചു. ഇപ്പോഴത്തെ കിലോമീറ്റർ ഈ കിലോമീറ്ററാണ് നമ്മൾ ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്തത്. അതുകൂടാതെ തന്നെ നമ്മൾ വാട്ടർ പമ്പ് അയച്ച് റേഡിയേറ്ററും കാര്യങ്ങളൊക്കെ മാറ്റിയപ്പോൾ തന്നെ നമ്മുടെ കൂളൻ്റും കാര്യങ്ങളൊക്കെ പോയായിരുന്നു. അപ്പോൾ നമ്മൾ വെർത്തിൻ്റെ 2 ലിറ്റർ കൂളൻറ്റിൻ്റെ കൂടെ നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടറാണ് ആഡ് ചെയ്തേക്കുന്നത്. ഈ ഒരു സാധനം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാ വെള്ളം ഒഴിക്കുന്ന സമയത്ത് തുരുമ്പ്, അതായത് വെള്ളവും കൂളൻറ്റും കൂടി മിക്സ് ചെയ്യുന്ന സമയത്ത് തുരുമ്പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഈ ഒരു സാധനം എന്ന് പറയുമ്പോൾ ഡിസ്റ്റിൽഡ് വാട്ടറാണ്, ബാറ്ററി വാട്ടർ. അപ്പോൾ എന്ന് പറയുമ്പോൾ ഈ വെള്ളത്തെ നീരാവിയാക്കി, അതായത് വെള്ളം തിളപ്പിച്ച് അത് നീരാവിയാക്കി എടുക്കുന്ന വെള്ളമാണിത്. അപ്പോൾ ഈ ഒരു സാധനത്തിൽ മിനറൽസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ തുരുമ്പും കാര്യങ്ങളൊക്കെ പിടിക്കാനുള്ള ചാൻസ്, തുരുമ്പേ പിടിക്കില്ല ഈ ഒരു വാട്ടറും നമ്മൾ കൂളൻ്റും കൂടി മിക്സ് ചെയ്ത് ഒഴിക്കും. അപ്പോൾ ഒഴിക്കുന്ന വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് വണ്ടി കുറച്ച് ദൂരം ഒന്ന് ഓടിച്ച് നോക്കണം. വണ്ടി ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ കുറച്ച് ദൂരം ഒന്ന് ഓടിച്ച് സെറ്റാക്കിയതിന് ശേഷം ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ.